കമ്പനി അഡ്മിനിസ്ട്രേഷൻ എന്ന സബ്ജക്റ്റിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ മീനിങ് അറിയാം അല്ലേ, കമ്പനിയുടെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ടൈപ്സ് ഓഫ് കമ്പനീസ്. അപ്പോൾ പറയുമ്പോൾ 4 ടോപ്പിക്കുകളുടെ പേരേ പറയുന്നുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എക്സാം ലെവലിൽ ഇപ്പോൾ തന്നെ ഓൾറെഡി 2 എസ്സേക്കുള്ള ടോപ്പിക്ക് കവറായിട്ടുണ്ട്. കമ്പനിയുടെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ആ രീതിയിൽ എസ്സേ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അറിയാലോ ടൈപ്സ് ഓഫ് കമ്പനീസ്. ഈ ടൈപ്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അത് മുഴുവനായിട്ടും പഠിച്ചുകൊണ്ടേ പരീക്ഷയ്ക്ക് കയറാവൂ. നിങ്ങൾ വേറെ ഏതൊക്കെ ടോപ്പിക്ക് ലീവ് ചെയ്താലും ശരി തന്നെ ടൈപ്സ് ഓഫ് കമ്പനീസ് നന്നായിട്ട് പഠിക്കണം. ആ മുഴുവൻ ക്ലാസിഫിക്കേഷനും, എസ്പെഷ്യലി പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനിയുടെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ഡിഫറൻസ്, അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈവറ്റ് കമ്പനി, ഇതെല്ലാം ചോദിക്കാറുണ്ട്. ന്യൂ ജനറേഷൻ കമ്പനിയിൽ കൂടുതലായിട്ട് ചോദിക്കുന്നത് ഡോർമെൻറ്റ് കമ്പനി, അസോസിയേറ്റ് കമ്പനി, അതെല്ലാം നോക്കണം. ഒ പി സി എന്ന് കേട്ടാൽ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയരുത്, ഓൺ പേഴ്സൺ കമ്പനിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കമ്പനിയെ പറ്റി ഏകദേശം ഒരു ഓവറോൾ ഒരു ഐഡിയ, എന്താണ് കമ്പനി, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, പിന്നെ നിലവിൽ ഏതൊക്കെ ടൈപ്പ് കമ്പനിയുണ്ട്, ഇത്രയും കാര്യങ്ങളല്ലേ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരുവിധപ്പെട്ട 1 മാർക്ക്, 2 മാർക്ക്, 4 മാർക്ക്, 15 മാർക്കിൻ്റെയൊക്കെ മിക്കവാറും എല്ലാം ഇവിടെ നിന്നൊക്കെ തന്നെ വരും. ഓക്കെ, സോ ഇനി നമ്മൾ ഒരടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് ചാടാം. അടുത്ത ടോപ്പിക്കിലേക്ക് ഒന്ന് മൂവ് ചെയ്യാം. മൊഡ്യൂൾ 1 തന്നെ, മൊഡ്യൂൾ മാറിയിട്ടില്ല എങ്കിലും ഈ പറയുന്ന മൊഡ്യൂളിൽ കുറച്ച് വെറൈറ്റി ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾക്ക് കമ്പനി എന്താണെന്നറിയാം, കമ്പനിയുടെ ഫീച്ചേഴ്സ് അറിയാം, അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് അറിയാം, വേരിയസ് ടൈപ്സ് ഓഫ് കമ്പനീസ് അറിയാം. ഇതൊക്കെ കമ്പനിയുടെ പുറത്ത് നിന്നുള്ള ഒരു വ്യൂ മാത്രമാണ്. എന്താണൊരു കമ്പനിയിൽ നിന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടി, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു കമ്പനി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പഠിക്കാം. അതായത് ഫസ്റ്റ് മൊഡ്യൂളിലാണ് കമ്പനി എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ഇനീഷ്യൽ സ്റ്റേജാണ്. ഒരു കമ്പനി എങ്ങനെ ഫോം ചെയ്യാം, ഫോർമേഷൻ ഓഫ് എ കമ്പനി. അപ്പോൾ 1ാമത്തെ മൊഡ്യൂളിൽ കമ്പനി ഫോം ചെയ്ത് 5ാമത്തെ മൊഡ്യൂളിൽ കമ്പനിയുടെ വൈൻഡിങ് അപ്പ് വരെ എത്തുന്നതാണ് നമ്മുടെ ഈ സിലബസ്. അപ്പോൾ നമ്മുടെ സിലബസ് അനുസരിച്ച് നമ്മൾ 1ാമത്തെ മൊഡ്യൂളിലാണ് കമ്പനിയുടെ ഓവറോൾ ഒരു ഐഡിയ മുഴുവനും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എങ്ങനെ കമ്പനി ഫോം ചെയ്യാം, ഫോർമേഷൻ ഓഫ് എ കമ്പനി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഫോർമേഷൻ അകത്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനൊക്കെ വരുന്നത്. അല്ലാതെ അതൊന്നും സെപ്പറേറ്റ് ടോപ്പിക്കൊന്നും അല്ല. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നും പറഞ്ഞൊരു ടോപ്പിക്കൊന്നും ഇല്ല. ഫോർമേഷൻ, ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, അതിനകത്ത് വരുന്ന ടോപ്പിക്കാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. അല്ലാതെ അത് സെപ്പറേറ്റ് ആയിട്ട് ഈ മൊഡ്യൂളിൽ എടുത്ത് വെച്ചിരിക്കുന്നതൊന്നും അല്ല. അപ്പോൾ നമുക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കൂടെ വരിക, ബുക്കും പേനയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് എഴുതാം. പഠിപ്പിക്കുന്ന ക്ലാസ് പോലെ തന്നെ കീപ്പ് ചെയ്യുക. ഓക്കെ, ഹെഡിങ് കൊടുത്തു, ഫോർമേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. സിംപ്ലി നമുക്ക് എങ്ങനെ ഒരു കമ്പനി തുടങ്ങാം. ഇതുവരെ കമ്പനി തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് പോലും ഇല്ല. 1ാമത്തെ മൊഡ്യൂളിൽ ഇതുവരെ പഠിച്ചത് മുഴുവനും കമ്പനിയുടെ ഓവറോൾ ഒരു ഐഡിയ മാത്രമാണ്. ഇനിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കമ്പനി തുടങ്ങാൻ പോകുന്നത്. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കൂ, നമ്മൾ ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പോലെയോ പാർട്ട്ണർഷിപ്പ് പോലെയോ അത്ര എളുപ്പമല്ല. കുറേ പ്രൊസീജിയറുണ്ട്. നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് എസ്പെഷ്യലി ഒരു പബ്ലിക് കമ്പനി, എസ്പെഷ്യലി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് തുടങ്ങുന്നതെങ്കിൽ അത് 1ഓ 2ഓ സ്റ്റെപ്പ് കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഒരു ലെങ്തി പ്രോസസ്സാണ്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഫോർമേഷൻ എന്ന ടോപ്പിക്കിനകത്ത് ഈ പറഞ്ഞ സ്റ്റെപ്പെല്ലാം ഒന്ന് ബ്രീഫ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊരു വലിയൊരു ടോപ്പിക്കാണ്, ഫോർമേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. മെയിനായിട്ട് നമുക്ക് പ്രൊമോഷൻ തൊട്ട്, പ്രൊമോഷൻ ഒരു സ്റ്റെപ്പിൻ്റെ പേരാണ്. ഒരു കമ്പനി തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ പ്രൊസീജിയർ, ഫസ്റ്റ് പ്രൊസീജിയറിന് വിളിക്കുന്നത് പ്രൊമോഷൻ എന്നാണ്. പ്രൊമോഷനിൽ തുടങ്ങി കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, കമ്പനിയുടെ ബിസിനസ് ആക്റ്റീവായിട്ട് തുടങ്ങുന്നിടം വരെയുള്ള സ്റ്റെപ്പാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് ഒരു കമ്പനി ഇപ്പം നിലവിലില്ല, 0 നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിലവിൽ അങ്ങനെ ഒരു കമ്പനിയും ഇല്ല, ഒന്നുമില്ല. ഇറ്റ്സ് എ ബിഗ് 0, ബ്ലാങ്ക് ആണ്. അങ്ങനെ ഒരു കമ്പനി ഇല്ല, കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. നമുക്ക് ഈ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നും കുറേ കാര്യങ്ങൾ ചെയ്ത് അറ്റ് ലാസ്റ്റ് കമ്പനിയുടെ ബിസിനസ് ആക്ടിവേറ്റ് ചെയ്യണം. അത്രയും പ്രൊസീജിയറാണ് ശരിക്കും കമ്പനിയുടെ ഫോർമേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ നിന്നും കമ്പനിയുടെ ബിസിനസ് തുടങ്ങണം. കമ്പനിയുടെ ഇപ്പം എക്സാമ്പിൾ, ഇപ്പോൾ അയൺ ആൻഡ് സ്റ്റീൽ ബിസിനസ് ആണെങ്കിൽ അവർ അയൺ ആൻഡ് സ്റ്റീൽ ബിസിനസ് തുടങ്ങണം, ബിസിനസ് കമൻസ് ചെയ്യണം. അവിടം വരെ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടത്, അതാണ് ഈ ഫോർമേഷൻ ഓഫ് കമ്പനി. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഫോർമേഷൻ ഓഫ് കമ്പനിയെ സംബന്ധിച്ച് നിലവിൽ ഇങ്ങനൊരു കമ്പനി പോയിട്ട് ഒന്നുമില്ല, ബ്ലാങ്ക് ആണ്, ഒന്നുമില്ല, രാജ്യത്ത് ഇങ്ങനൊരു കമ്പനിയേ ഇല്ല, കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി നിൽക്കുന്നൊരവസ്ഥയിൽ നിന്നും
കമ്പനിയുടെ ബിസിനസ് തുടങ്ങുന്നിടം വരെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സോ ഫസ്റ്റ് സ്റ്റെപ്പ് ബുക്കിലോട്ട് എഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രമോഷനാണ്. ഇവിടെ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി 2-3 തവണ പറഞ്ഞില്ലേ, ബ്ലാങ്ക് ആയിട്ട് നിൽക്കുവാണ് നമ്മുടെ തലച്ചോറ്. അത് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ളവരുടെ മനസ്സിൽ ഐഡിയ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ ഐഡിയയെ അല്ലെങ്കിൽ ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യണം. അപ്പോൾ പ്രമോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. നോക്കിയേ, ഡിസ്കവറി ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ദ സബ്സിക്വൻറ്റ് ഓർഗനൈസേഷൻ ഓഫ് ഫണ്ട്സ്, പ്രോപ്പർട്ടി ആൻഡ് മാനേജറിയൽ എബിലിറ്റി ഇൻ ടു എ ബിസിനസ് കൺസേൺ ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. നോക്കൂ, പ്രമോഷൻ സ്റ്റേജിലാണ് നമുക്ക് എന്ത് ടൈപ്പ് ബിസിനസ് ചെയ്യണം, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിക്കണം. അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്. ഇപ്പം നിലവിൽ ബ്ലാങ്ക് ആണ്. ഏത് ബിസിനസ് ചെയ്യാം? നമുക്ക് എന്ത് ബിസിനസ് ചെയ്യാം? പെട്രോളിയം വേണോ? കെമിക്കൽസ് വേണോ? അയൺ ആൻഡ് സ്റ്റീൽ വേണോ? ഷിപ്പിംഗ് വേണോ? ഇൻഫ്രാസ്ട്രക്ചർ വേണോ? റീറ്റെയിലിംഗ് വേണോ? നമുക്ക് എന്ത് ടൈപ്പ് ബിസിനസ്സാണ് ചെയ്യാൻ പറ്റുന്നത്? കമ്പനി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അല്ലാതെ തുണിക്കച്ചവടം വേണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പം റിലയൻസ് ഫ്രഷ് അത് റീറ്റെയിലിംഗ് ആണ്. അപ്പോൾ കമ്പനിയുടെ കേസിൽ അവർ ആലോചിക്കണം, ഷിപ്പിംഗ് വേണോ, ഇൻഫ്രാസ്ട്രക്ചർ വേണോ, പവർ വേണോ, ദെൻ ഓയിൽ ആൻഡ് പെട്രോളിയം വേണോ, ഫാർമസ്യൂട്ടിക്കൽസ് വേണോ, എന്ത് ടൈപ്പ് ബിസിനസ് അവർ ആ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക. അതിനുശേഷം അതിനാവശ്യമായ ഫണ്ട് എവിടെ നിന്നൊക്കെ റൈസ് ചെയ്യാമെന്നൊക്കെ ആലോചിച്ച് വെക്കുക. മാനേജറിയൽ എബിലിറ്റി, ഇതിന് കൃത്യമായിട്ട് മാനേജേഴ്സിനെയും മറ്റു മെമ്പേഴ്സിനെയും എല്ലാം എവിടെ നിന്ന് കിട്ടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇതിനെല്ലാം ഒരു വഴിക്കാക്കി വെക്കുന്നതിനെയാണ് പ്രമോഷൻ എന്ന് പറയുന്നത്. ഈ പ്രവൃത്തിയൊക്കെ ചെയ്യാൻ, ഈ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഇനീഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാനായിട്ട് കമ്പനി നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരുത്തനെ അപ്പോയിൻ്റ് ചെയ്യും. അതാണ് പ്രമോട്ടർ. ചിലപ്പോൾ കമ്പനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അത്രത്തോളം പിടി കാണത്തില്ല. അവർ പറയും, നമുക്ക് ഞാനൊരു ബിസിനസ് നടത്താൻ ആഗ്രഹമുണ്ട്, ചർച്ച ചെയ്യാൻ ഒരാൾ വേണം. കമ്പനിയുടെ തുടക്കത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാനായിട്ട് ഒഫീഷ്യലി കമ്പനി അപ്പോയിൻ്റ് ചെയ്ത ഒരാളാണ്, പഠിച്ചു വെച്ചോ, പ്രമോട്ടർ. ഇത് പല പരീക്ഷയ്ക്ക് ചോദിക്കും, ഹൂ ഈസ് എ പ്രമോട്ടർ? പ്രമോട്ടർ എന്ന് പറയുന്ന പേഴ്സൺ ഹൂ ഈസ് അപ്പോയിൻറ്റഡ് ടു ടേക്ക് ഓൾ ദ ആക്ഷൻസ് റിഗാർഡിംഗ് ദ ഇനിഷ്യൽ പ്രമോഷൻ ഓഫ് എ ബിസിനസ് കൺസേൺ. മെയിനായിട്ട് കമ്പനിയുടെ കേസിൽ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അല്ലാതെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനോ പാർട്ട്ണർഷിപ്പിനോ അങ്ങനെ ഒരു പ്രമോട്ടറൊന്നും വരുന്നതായിട്ട് നമുക്ക് അറിയത്തില്ല. അപ്പോൾ കമ്പനിയുടെ കേസിൽ ഇനീഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് ഭംഗിയാക്കി കൊടുക്കാനായിട്ട് കമ്പനി ഒരാൾ ആദ്യമേ അപ്പോയിൻ്റ് ചെയ്യും. അതിനെയാണ് പ്രമോട്ടർ. അയാളുടെ ആദ്യത്തെ ആ ജോലികളെയാണ് നമ്മൾ പ്രമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രമോഷൻ സ്റ്റേജാണ് ഒരു ബേസ്. കമ്പനിയുടെ ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും അവർക്ക്. ഇന്ന ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത്, അതിന് ഇത്ര കോടി രൂപ വേണം, ഇവിടെ നിന്നൊക്കെ റൈസ് ചെയ്യാം, നമ്മൾ ഇത്രയത്തെ ആൾക്കാർ അപ്പോയിൻറ്റ് ചെയ്യണം, ഇന്നത് വേണം, അത് വേണം, ഇത് വേണം. ഇതൊക്കെ പ്രമോട്ടറാണ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് പ്രമോഷൻ. ഇപ്പോഴും കമ്പനി നിലവിലായിട്ടില്ല, കമ്പനി രജിസ്റ്റർ ആയിട്ടില്ല, തലയ്ക്കകത്തിരിക്കുകയാണ്. എല്ലാം റെഡിയാക്കി പേപ്പറാക്കി ഇരുന്നിട്ട് കാര്യമില്ല. പ്രമോഷൻ എന്ന് പറയുന്നത് നിയമപരമായിട്ട് കമ്പനി നിലവിലൊന്നും ആയിട്ടില്ല. ഇത് വെറുതെ ഇനീഷ്യൽ ആക്ടിവിറ്റി മാത്രമാണ്. അപ്പോൾ ഈ പ്രമോട്ടർ എന്ന് പറയുന്ന ആളാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോഴേ അങ്ങ് പറയാമല്ലോ, ഈ കമ്പനി അടച്ചുപൂട്ടുന്ന വൈൻഡിങ് അപ്പ് ഉണ്ടല്ലോ, സപ്പോസ് കമ്പനിയുടെ ലിക്വിഡേഷൻ, ഈ വൈൻഡിങ് അപ്പ് സമയത്തും വൈൻഡിങ് അപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് ഒരു ലിക്വിഡേറ്റർ വരും. ഇപ്പോഴേ അങ്ങ് പറയുവാണ്, ഈ പ്രമോഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ തുടക്കമാണ്. ആ സമയത്ത് സഹായിക്കാനായിട്ട് വരുന്ന ആളാണ് പ്രമോട്ടർ. ഇനി കമ്പനി എന്തെങ്കിലും ഒരു കാലത്ത് എല്ലാം കൂടെ അടച്ചുപൂട്ടി പോകണമെങ്കിൽ ആ സമയത്തും കൃത്യമായിട്ടെല്ലാം ചെയ്തു കൊടുക്കാൻ, ഭംഗിയായിട്ട് അടച്ചു പൂട്ടാനും ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യണം. അതാണ് ലിക്വിഡേറ്റർ. ലാസ്റ്റ് മോഡലിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പ്രമോഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ട എല്ലാ ആക്ടിവിറ്റീസുമാണ് ഈ പ്രമോഷൻ. അത് ചെയ്യാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളുടെ പേര് പ്രമോട്ടർ. രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് ഇൻകോർപ്പറേഷനിലേക്ക് പോകേണ്ടത്. ഇവിടെയാണ് നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. ഫോർമേഷൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് ഇൻകോർപ്പറേഷൻ. ഇപ്പോൾ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 പേര് മതി, പക്ഷേ മാക്സിമം 200 ആകാവും. പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മിനിമം 7 പേര് വേണം. അത് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഏതാണോ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കമ്പനി അതനുസരിച്ച് മിനിമം നമ്പർ ഓഫ് പേഴ്സൺ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലാണ് ശരിക്കും ഇൻകോർപ്പറേഷന് പോകേണ്ടത്. ഓക്കെ, അങ്ങനെ ഇൻകോർപ്പറേഷൻ അഥവാ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ അതിനകത്ത് ഇനി എന്തൊക്കെ പ്രൊസീജിയർ വേണം? നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രമോഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് ഇൻകോർപ്പറേഷൻ. ആ രണ്ടാമത്തെ ഇൻകോർപ്പറേഷൻ ചെയ്തെടുക്കണമെങ്കിൽ നമ്മളിനി എന്തൊക്കെ സ്റ്റെപ്പ് കീപ്പ് ചെയ്യണം? അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ സ്റ്റെപ്പ് പോയിൻ്റാണ് ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ രജിസ്ട്രേഷൻ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. 1, ഇങ്ങനെ തന്നെ പഠിക്കണേ, ഇൻകോർപ്പറേഷൻ അകത്ത് വരുന്നതാണ് ഇതൊക്കെ. 1, കമ്പനിക്ക് പേരിടണം.
ഈ കമ്പനിക്ക് കയറണം, കമ്പനിക്ക് വേണം 28 കെട്ടണം, കമ്പനിക്ക് കൃത്യമായിട്ടൊരു പേരിട്ട് കൊടുക്കണം. നമുക്ക് ഓരോരുത്തർക്കും നിയമപരമായിട്ട് ഒരു പേരിടത്തില്ലേ, അതുപോലെ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, കമ്പനിക്ക് പേരിടണം. അപ്പോൾ ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത് കമ്പനിക്ക് ഒരു പേര് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് അപ്രൂവ് ചെയ്ത് കിട്ടണം. കമ്പനിക്ക് കൃത്യമായിട്ടൊരു പേര് നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ നിന്ന് വാങ്ങണം. ഓൾറെഡി നിലവിലുള്ള പേര് അവർ അനുവദിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 6 പേരെങ്കിലും എഴുതി കൊടുക്കണം. രജിസ്ട്രാറിന് മുമ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 6 പേര് എഴുതി കൊടുക്കുക. അതിനകത്ത് ഓൾറെഡി ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ പേര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാവില്ല, നമുക്കറിയില്ലല്ലോ ഇന്ത്യയിൽ ഏതൊക്കെ കമ്പനി ഉണ്ടെന്ന്. പക്ഷേ രജിസ്ട്രാർ അവിടെ സെർച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഈ പേരിൽ ഒരു കമ്പനി ഉണ്ട്. സോ നിങ്ങൾ എഴുതി തന്ന 6 പേരിൽ 4 പേര് റിജക്റ്റായി, ബാക്കി 2 പേരേ ഉള്ളൂ. അതിലൊരെണ്ണം അങ്ങ് അലൗ ചെയ്യും. നിങ്ങളിപ്പോൾ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോഴേ, ഇമെയിൽ ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഓൾറെഡി നിലവിലുള്ള ഇമെയിൽ ഐ ഡി പിന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്യത്തില്ലേ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ മാറ്റാം, അത് തന്നെ കേസ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പനിക്ക് ആദ്യമായിട്ടൊരു പേര് കണ്ടുപിടിക്കണം. രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ അടുത്തുനിന്ന് കമ്പനിയുടെ പേര് അപ്രൂവ് ചെയ്ത് മേടിക്കണം. അപ്പോൾ ഈ പേര് ഇടാനായിട്ട്, അതായത് ഈ കമ്പനിക്ക് ഒരു പേര് അപ്രൂവ് ചെയ്ത് തരണം. അതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഫോമാണ് ഈ INC1. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ INC1, INC2, INC7, INC22 എന്നൊക്കെ പറഞ്ഞ് ഈ സബ്ജക്റ്റ് മുഴുവനും കുറേ INCകളുണ്ട്. INC എന്ന് പറഞ്ഞാൽ ഇൻകോർപ്പറേഷൻ. ഓക്കെ, ഈ INC പിന്നെ ഒരു നമ്പറിൻ്റെ അർത്ഥം ഓരോ കാര്യത്തിനും വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഓരോ ആപ്ലിക്കേഷൻ്റെ പേരാണ്. അപ്പോൾ INC1 ഫില്ല് ചെയ്തിട്ടാണ് നമ്മളൊരു പേരിന് വേണ്ടി അപേക്ഷ കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇൻകോർപ്പറേഷനിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആഗ്രഹിക്കുന്ന, മിക്കവാറും നമ്മൾ പറയുന്ന കമ്പനിയുടെ പേര് കിട്ടാറൊന്നുമില്ല. കാര്യം അതൊക്കെ ഓൾറെഡി ഇന്ത്യയിൽ എത്ര കമ്പനി ഉണ്ടെന്ന് നമുക്കൊരു പിടി, നമുക്ക് ആകെ അറിയാവുന്ന റിലയൻസ്, ടാറ്റ, ബിർള എന്ന് പറഞ്ഞു നടക്കും. നമുക്കിവിടെ ലക്ഷക്കണക്കിന് കമ്പനി കാണും, നമ്മളത് അറിയുന്നില്ലല്ലോ. അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ പേര് കിട്ടത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു 6 പേര് ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ, അതാണ് INC1, ഒരു ആപ്ലിക്കേഷൻ ഫോം. എല്ലാം ഫോം ആട്ടോ. ഇപ്പോൾ ഒരു ഹാർഡ് കോപ്പി ഒന്നുമില്ല, എല്ലാം ഓൺലൈനാണ്. ഓൺലൈനായിട്ട് INC1 ഫില്ല് ചെയ്ത് കൊടുക്കണം. 500 രൂപയാണ് ആപ്ലിക്കേഷൻ മണി. അങ്ങനെ കൊടുക്കുമ്പോൾ രജിസ്ട്രാർ നിങ്ങൾക്ക് ഒരു പേര് അനുവദിച്ച് തരും. പേര് കിട്ടി, അപ്പോൾ കമ്പനി രജിസ്റ്ററായി കാണുമല്ലേ. കിട്ടി എന്നല്ലേ പറഞ്ഞോളൂ, ഒരു പേര് കിട്ടി. എടോ, അതായത് എങ്ങനെയാണെന്നറിയോ ഇതിൻ്റെ കളി, നമ്മൾ ആദ്യം ഒരു പേരിന് വേണ്ടി അപേക്ഷ കൊടുക്കണം. അപ്പോൾ നമുക്ക് കമ്പനിയുടെ പേര് കിട്ടും. ഓക്കെ, പേര് കിട്ടി, കമ്പനിക്ക് പേരിട്ടതേ ഉള്ളൂ. ഇനി ഈ പേര് വെച്ചുകൊണ്ട് വീണ്ടും അപ്ലൈ ചെയ്യണം. ആ പേരിലൊരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? നമ്മൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഞങ്ങൾക്കൊരു പേര് അനുവദിച്ച് തരണം. ആ ആപ്ലിക്കേഷനായി പോയിരിക്കുന്നത്. അപ്പോൾ കമ്പനി രജിസ്ട്രാർ പറയും ഓക്കെ ആയിക്കോട്ടെ, ഈ പേര് അനുവദിച്ചു, ഈ പേര് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു, ഒരു പേരങ്ങ് പറയും. ശരി, അപ്പോൾ നമുക്ക് പേര് കിട്ടി. ഇനി ഈ പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇനി നമ്മൾ പുറകെ നടക്കണം. പേര് അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഈ പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്കൊരു പേര് അനുവദിച്ച് കിട്ടി. ഇപ്പോഴും കമ്പനി നിലവിൽ വന്നിട്ടില്ല. ക്ലിയർ ആയോ? കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു പേരുണ്ടെങ്കിലേ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ആ പേര് വാങ്ങണം. ഓക്കെ ആണ്? അപ്പോൾ ഇവിടെ പേര് കിട്ടി. രണ്ടാമത്, പേര് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഡ്രാഫ്റ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാം. ഇത് പേരുണ്ടെങ്കിലേ പറ്റൂ. ആഫ്റ്റർ അസർട്ടൈനിങ് ദ അവൈലബിലിറ്റി ഓഫ് നെയിം എന്നാണ്. നമുക്ക് കമ്പനിയുടെ പേര് അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിക്ക് 2 വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. ചുരുക്കി ഇവിടെ പറയാം, ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഈ കമ്പനിയുടെ ഓബ്ജക്ട്സും പവറും എല്ലാം മെൻഷൻ ചെയ്യണം. അതിന് മുകളിലേക്ക് ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. കൃത്യമായിട്ട് നെയിം, ഓബ്ജക്റ്റ്, ക്യാപിറ്റൽ എത്രയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്യണം. എന്നിട്ടാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രിൻറ്റ് ചെയ്യുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഇവർ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതെന്ന മോഡസ് ഓഫ് ഓപ്പറേഷനാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് എന്ത് ചെയ്യണം, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഡ്രാഫ്റ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യണം. ഇത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പേര് ചോദിച്ചിരിക്കുന്നത്. പേര് കിട്ടിയാലേ ഇത് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ട്രാക്ക് വിട്ട് പോകരുത്. മെയിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൊമോഷനായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇൻകോർപ്പറേഷൻ. ഈ ഇൻകോർപ്പറേഷന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ഒരു പേര് കണ്ടുപിടിക്കും. അത് രജിസ്ട്രാറെ കൊടുത്തിട്ട് അപ്രൂവൽ മേടിക്കും. സാറേ ഈ പേര് ഓക്കെ ആണോ? ശരി, ഓക്കെ ആണ്. ശരി, പേര് കിട്ടി. ആ പേര് വെച്ചുകൊണ്ട് വേണം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാൻ.
ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രിൻ്ററിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നമ്മുടെ പ്രിൻ്ററിൽ ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും റെഡിയാക്കി പ്രിൻറ്റ് ചെയ്ത് വെച്ചു. നമ്മുടെ പ്രിൻ്ററിൽ പ്രിൻ്റ് അടിച്ച് വെച്ചെന്ന് കരുതി ഇതിന് വാലിഡിറ്റി വരത്തില്ല. നിങ്ങൾ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും പറഞ്ഞുതരാം, സ്റ്റാമ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സൈൻ ചെയ്യാനായിട്ട് സ്റ്റാമ്പ് അതോറിറ്റിയായി കൊടുത്ത് സ്റ്റാമ്പ് ചെയ്യണം. അതായത് ഇത് നിയമപരമായിട്ട് നിലവിൽ വരുത്തണം. നമ്മൾ ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു കടയിൽ പോയിട്ട് ഒരു ആധാരമെഴുത്ത് ഓഫീസിൽ പോയിട്ട് ഒരു 1000 രൂപയുടെ മുദ്രപത്രം മേടിച്ചുകൊണ്ട് വന്നിട്ട് ചുമ്മാ അപ്പുറത്തെ രാജന ചേട്ടൻ്റെ അല്ലെങ്കിൽ അപ്പുറത്തെ ചേട്ടൻ്റെ പ്രമാണം എഴുതി എന്താ പറയുക സ്വത്തല്ല എൻ്റെ പേരിലാക്കി നമ്മൾ എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ നോക്കുമ്പം ഈ മുദ്രപത്രം പ്രമാണം ഉണ്ടല്ലോ, സ്റ്റാമ്പ് പേപ്പർ, ഞാൻ കടയിൽ ചെന്നൊരു 1000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് തൊട്ട് അയൽവക്കത്തുകാരൻ്റെ ആ സ്വത്തുകൾ മുഴുവനും എൻ്റെ പേരിൽ മാറ്റി എന്ന് പറഞ്ഞിട്ട് അയാളുടെ കള്ള ഒപ്പിട്ട് വെച്ചിട്ട് കാര്യമില്ല. അയാളുടെ പ്രോപ്പർട്ടി എനിക്ക് മാറ്റി എന്നുള്ളത് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ പോരാ, ഇത് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് രജിസ്റ്റർ ആവണം. മനസ്സിലായി? അപ്പോൾ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ചുമ്മാ ഞാൻ എൻ്റെ പ്രിൻ്ററിൽ കളർ പ്രിൻ്റ് അടിച്ച് വെച്ചിട്ട് കാര്യമില്ല. ഇത് ഞാൻ കണ്ടോ അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ് അതോറിറ്റി ഈ സ്റ്റാമ്പ് ചെയ്യണം. അത് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് അനുസരിച്ച് ഇത് രജിസ്റ്റർ ചെയ്യണം. ഈ മെമ്മോറാണ്ടവും ആർട്ടിക്കിളും നിയമപരമായിട്ട് ഓക്കെ ആണെന്നും പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഈ മുദ്രപത്രത്തിൻ്റെ കേസ് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചു, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പ്രമാണം വേണം എടുത്ത് നോക്കിക്കോ. ആ സെയിം പ്രമാണം പുറത്തുനിന്ന് പോയി മേടിച്ചിട്ട് വേറൊരാൾക്ക് നിങ്ങളുടെ വീടും പറമ്പും അയാളുടെ പേരിലോട്ട് മാറ്റിയെന്നും പറഞ്ഞ് നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ കള്ളവൊപ്പ് ഇട്ട് വെച്ചാൽ അയാളുടെ ആവത്തില്ല. കാര്യം ഇത് മാറേണ്ടത് പ്രമാണം എന്ന് പറയുന്ന ആ ഒരു പേപ്പറിനകത്തല്ല, ഇത് രജിസ്റ്റർ ഇന്ത്യയിലെ രജിസ്റ്റർ ഓഫീസിൽ മാറണം. എങ്കിലേ, അല്ലാതെ നിങ്ങൾക്കെതിരെ യാതൊന്നും നടപടി എടുക്കാൻ പറ്റില്ല. ഇപ്പം മെമ്മോറാണ്ടവും ആർട്ടിക്കിളും എല്ലാം വളരെ വിലപ്പെട്ട ഡോക്യുമെൻറ്റാണ്. ജസ്റ്റ് ലൈക്ക് നമ്മുടെ വീടിൻ്റെ പ്രമാണം പോലെ. അത് ചുമ്മാ നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കൊണ്ടൊന്ന് തോന്നിയത് എഴുതി വെച്ചെന്നിട്ട് കാര്യമില്ല. നിങ്ങളത് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുന്ന പോലെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കൃത്യമായിട്ട് നിങ്ങളത് സ്റ്റാമ്പ് ചെയ്യണം, അതായത് രജിസ്റ്റർ ചെയ്യിപ്പിക്കണം. അടുത്തത് ഡേറ്റിംഗ് ആണ്. മെമ്മോറാണ്ടത്തിനും ആർട്ടിക്കിളിനും ഡേറ്റ് ഇടിക്കണം. ഡേറ്റ് ഇടിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണിത് രജിസ്റ്റർ ആയത് എന്ന ഡേറ്റ് ഇടണം. സ്റ്റാമ്പ് ചെയ്യുന്ന ഡേറ്റോ അതിന് ശേഷമുള്ള ഡേറ്റോ ഇടിക്കാം. ആ ഡേറ്റ് മുതൽ നമുക്ക് കമ്പനിക്കൊരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും നിലവിൽ വന്നു. ഓക്കെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കമ്പനി രജിസ്റ്റർ ആയോ? കമ്പനി രജിസ്റ്റർ എവിടെയായെന്ന്? കമ്പനി രജിസ്റ്റർ ആയിട്ടില്ല. ഇതുവരെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ എന്തോ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത്? പിള്ളേരെ, നമ്മൾ എന്തോ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ തന്നെ പറയാം. ആദ്യം ഒരു പേരിന് അപേക്ഷ കൊടുത്ത് പേര് കിട്ടി, പേരാണ് കിട്ടിയത്, കമ്പനി രജിസ്റ്റർ ആയിട്ടില്ല. പേര് കിട്ടി, കൊണ്ടുവെക്കോ. ആ പേര് വെച്ചിട്ട് ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഡ്രാഫ്റ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്തു. നമ്മുടെ പ്രിൻ്ററിൽ കളർ പ്രിൻ്റ് അടിച്ചെടുത്ത് ആയിക്കോട്ടെ. എന്നിട്ട് ഈ മെമ്മോറാണ്ടവും ആർട്ടിക്കിളും രജിസ്ട്രാർക്ക് കൊടുത്ത് വിട്ടിട്ട് സ്റ്റാമ്പ് ചെയ്തു, അതായത് രജിസ്റ്റർ ചെയ്തു. കറക്റ്റായിട്ട് ഈ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾ രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ കറക്റ്റായിട്ട് ഈ പറയുന്ന മെമ്മോറാണ്ടോ ആർട്ടിക്കിൾ നിലവിൽ വരുന്ന ഡേറ്റ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യും. ഈ ഡേറ്റിൽ നമ്മുടെ കമ്പനിക്ക് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും നിലവിൽ വന്നു. ഇപ്പോൾ നമ്മുടെ കമ്പനിക്ക് സ്വന്തമായിട്ടൊരു പേരുമുണ്ട്, സ്വന്തമായിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ട്, സ്വന്തമായിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ട്. കറക്റ്റ് ആണോ അല്ലയോ? ഇപ്പോൾ നമ്മുടെ കമ്പനിക്ക് ഒരു പേരുണ്ട്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ട്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ട്. ഈ കുന്ത്രാണ്ടമെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർത്താണ് രജിസ്ട്രേഷൻ കൊടുക്കേണ്ടത്. കമ്പനി രജിസ്റ്റർ ആയിട്ടില്ല ഇതുവരെ. പേര് രജിസ്റ്റർ ചെയ്ത് കിട്ടി, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്ത് കിട്ടി, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്ത് കിട്ടി. ആണല്ലോ, ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടേ ഇനി നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വിടണം. കമ്പനിയുടെ രജിസ്ട്രേഷന് വേണ്ടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് INC 7. അതാ ഞാൻ പറഞ്ഞത്, INC എന്ന വാക്ക് ഈ സബ്ജക്റ്റ് മൊത്തം ഉണ്ട്. INC 1 എന്തായിരുന്നു? INC 1 കേട്ടിട്ടേ കാണത്തില്ല. INC 1 എന്ന് പറഞ്ഞാൽ ഒരു പേരിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫോം. INC 7 എന്താണ്? INC 7 കമ്പനി രജിസ്റ്റർ ചെയ്ത് തരണേ എന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ഫോമാണ് INC 7. അപ്പോൾ കമ്പനിയുടെ പ്രോപ്പർ രജിസ്ട്രേഷന് മുൻപായിട്ട് പേര് രജിസ്റ്റർ ചെയ്ത് വാങ്ങണം, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്ത് വാങ്ങണം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്ത് വാങ്ങണം. ഇതെല്ലാം കൂടെ ചേർത്ത് പിൻ ചെയ്ത് വെച്ചിട്ടാണ് ഇനി കമ്പനി രജിസ്റ്റർ ചെയ്താൽ കൊടുക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതാണ് ഈ INC 7 കമ്പനിയുടെ രജിസ്ട്രേഷൻ കൊടുത്തു വിടണം. നെക്സ്റ്റ് കമ്പനിയുടെ രജിസ്ട്രേഷന് കൊടുത്തു വിടുമ്പോൾ ഈ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും പിൻ ചെയ്യണം. അതാണ് ഡോക്യുമെൻറ്റ്സ് ടു ബി സബ്മിറ്റഡ് ഫോർ രജിസ്ട്രേഷൻ. കമ്പനിയുടെ കറക്റ്റായിട്ടുള്ള, ഇവിടെയാണ് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. കമ്പനിയുടെ രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ മെമ്മോറാണ്ടവും ആർട്ടിക്കിളും കൊടുത്തു വിടണം.
അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും രജിസ്റ്റർ ചെയ്തത് നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ട് ഡോക്യുമെൻറ്റ് സപ്പോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കണം. പിന്നെ ഡയറക്ടേഴ്സുമായിട്ടുള്ള എഗ്രിമെൻറ്റ്, കമ്പനിക്ക് 2 ഡയറക്ടറോ അല്ലെങ്കിൽ പബ്ലിക് ആണെങ്കിൽ 3 ഡയറക്ടറൊക്കെ വേണമല്ലോ, മാക്സിമം 15 വരെ. ആ ഡയറക്ടേഴ്സും ആരൊക്കെയാണെന്ന് തീരുമാനിച്ച് അവരുമായിട്ടുള്ള എഗ്രിമെൻറ്റ് വേണം. ഓരോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പവർ കാണിക്കുന്ന പവർ ഓഫ് അറ്റോർണി, ഓരോ ഷെയർ ഹോൾഡേഴ്സിനും, നമ്മുടെ കമ്പനിയിലെ ഓരോ ആൾക്കാരുടെയും കമ്പനിയുടെ റൈറ്റ് എന്താണ്, പവർ എന്താണെന്ന് കാണിക്കുന്ന പവർ ഓഫ് അറ്റോർണി, ഇത് 3 കൂടെ വെച്ചിട്ട് വേണം കമ്പനി യഥാർത്ഥത്തിൽ രജിസ്ട്രേഷന് വിട്ടുകൊടുക്കാൻ. ക്ലിയർ ആവുന്നത്? ഇവിടെയാണ് കമ്പനി രജിസ്ട്രേഷൻ്റെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. INC 7 ആണ് രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വിട്ടുകൊടുത്തതിന് ശേഷം പിന്നെ ശ്രദ്ധിക്കേണ്ടത് രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ആപ്ലിക്കേഷനാണ്. അതാണ് INC 22. INC 22 എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണെന്ന് കാണിച്ച് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ വലിയ വലിയ കമ്പനിയുടെയൊക്കെ പരസ്യം നോക്കിയാൽ ഏറ്റവും തൊട്ട് താഴെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ പേര് കാണും. രജിസ്റ്റേർഡ് ഓഫീസ്, അതാണ് INC 22. അപ്പോൾ ഈ INC 22 ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് രജിസ്റ്റേർഡ് ഓഫീസ് രജിസ്റ്റർ ചെയ്യാനാണ്. DIR 12 എന്ന് പറയുന്നത് ഈ ഡയറക്ടേഴ്സ് ആവാനുള്ള യോഗ്യത, ഡയറക്ടേഴ്സ് ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ കാണിച്ചുകൊണ്ട് ഡയറക്ടർമാർ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഡയറക്ടർ ആവാനുള്ളൊരു യോഗ്യതയാണ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ പബ്ലിക് കമ്പനീസിലെ ഡയറക്ടർ ആവാനായിട്ടുള്ളൊരു യോഗ്യത കാണിക്കുന്ന ഒരു ഷീറ്റാണ് DIR 12. ഈ രണ്ടും, അതായത് INC 22 DIR 20 ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ടോ കമ്പനി സെക്രട്ടറിയെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം കോസ്റ്റ് അക്കൗണ്ടൻറ്റിനെ കൊണ്ടോ ഒന്ന് സർട്ടിഫൈ ചെയ്താണ് പ്രീ സർട്ടിഫിക്കേഷൻ. നമ്മളിത് രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കുന്നതിന് മുൻപായിട്ട്, കമ്പനി രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ 2 ഫോമും, ഏതൊക്കെ, INC 22 DIR 12 ഒരു ഫുൾ ടൈം കമ്പനി സെക്രട്ടറിയോ ഫുൾ ടൈം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ ഹോൾ ടൈം കോസ്റ്റ് അക്കൗണ്ടൻറ്റോ ഒന്ന് സർട്ടിഫൈ ചെയ്തിരിക്കണം. അതാണ് പ്രീ സർട്ടിഫിക്കേഷൻ. എന്നിട്ട് വേണം രജിസ്ട്രാർ ഓഫ് കമ്പനിയിലോട്ട് ഇത് കൊടുത്ത് വിടാൻ. പിന്നെ രജിസ്ട്രേഷൻ്റെ ഫീസും മുടക്കുക. രജിസ്ട്രേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ്റെ ഫീസ് ഉണ്ടല്ലോ, രജിസ്ട്രേഷൻ ഫീ, അത് അടയ്ക്കുക. പബ്ലിക് കമ്പനിയുടെ കേസിൽ മിനിമം 5 lakh പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. നമുക്ക് 5 ലക്ഷം രൂപയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കിട്ടും. കമ്പനി രജിസ്റ്റർ ആകുമ്പോൾ തന്നെ നമ്മൾ 5 ലക്ഷം രൂപയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുമായിട്ടാണ് തുടങ്ങുന്നത് സാറേ എന്നവരെ ബോധ്യപ്പെടുത്തണം. ഇനി രജിസ്ട്രാർ എല്ലാ ഡോക്യുമെൻറ്റും എടുത്ത് വെച്ച് അങ്ങോട്ട് പരിശോധിക്കും. അത് അവരൊക്കെ വിട്ടുകൊടുത്തേക്ക്, അത് അയാൾ ചെയ്തോളും. ഓക്കെ, നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം, നമ്മുടെ മെമ്മോറാണ്ടം, നമ്മുടെ ആർട്ടിക്കിൾ, നമ്മുടെ പവർ ഓഫ് അറ്റോർണി, നമ്മുടെ ഡോക്യുമെൻറ്റ്, നമ്മുടെ INC 22 DIR എല്ലാ കാര്യങ്ങളും അവർ നന്നായിട്ട് സ്ക്രൂട്ടിനി ചെയ്യും. എല്ലാം പരിശോധിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ, നോക്കൂ, ഇത് പബ്ലിക് കമ്പനിയുടെ കേസിലാണ് ആദ്യം ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ തരും. നിങ്ങളുടെ കമ്പനി ഇന്ത്യയിൽ ജന്മമെടുത്തു, ഇതാണ് ആ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ആഗ്രഹിച്ച പേരിൽ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങളുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഞങ്ങൾക്ക് പെർഫെക്റ്റ് ആണ്. സോ നിങ്ങൾ പറയുന്ന പോലെ ഒരു കമ്പനി ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് ജനിച്ചു കഴിഞ്ഞു. അവിടെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. നോക്കൂ, പ്രൈവറ്റ് കമ്പനിയുടെ കേസിലാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടി നാളെ തന്നെ ബിസിനസ് തുടങ്ങാം. പ്രൈവറ്റ് കമ്പനിക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം മതി. എന്നാൽ വെയിറ്റ്, നിങ്ങൾക്ക് പബ്ലിക് കമ്പനിയല്ലേ ആക്കേണ്ടത്? അതെ, കമ്പനി ജന്മം എടുത്തു, കുഞ്ഞങ്ങോട്ട് ജനിച്ചതേ ഉള്ളൂ. ഇപ്പോഴേ വെറുതെ അതിനടുത്ത് വെള്ളത്തിരണ്ട, അതായത് വെറുതെ ഇപ്പോൾ അതിനെ നടത്താൻ നോക്കണ്ട, അതങ്ങോട്ട് ജനിച്ചു എന്നേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് കിട്ടേണ്ടത്. ഇതിനിടയ്ക്ക് ഗ്യാപ്പുണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി നിയമപരമായിട്ട് നിലവിൽ വന്നു. അതിനുശേഷം പ്രൈവറ്റ് കമ്പനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പബ്ലിക് കമ്പനിയുടെ കേസിൽ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സും കൂടെ കിട്ടണം, എങ്കിലേ ബിസിനസ് നടത്താൻ പറ്റൂ. ഇങ്ങനെയാണ് പ്രമോഷൻ തൊട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് വരെയുള്ള ഒരു യാത്ര. ക്ലിയർ ആവുന്നുണ്ട്? അപ്പോൾ ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞു തന്ന ഒരു ലോജിക്ക് വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് നോക്കുക. അല്ലാതെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഇതെല്ലാം കൂടെ കൂട്ടിക്കൊടുക്കണ്ട. നമ്മളെ സംബന്ധിച്ച് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ പ്രൊമോട്ടർ ചെയ്തിരുന്ന ജോലിയാണ്. ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തും, പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്, ഇത് മാനേജൽ പേഴ്സൺസിൻ്റെ എബിലിറ്റിയൊക്കെ നോക്കും, എല്ലാം ചെയ്തൊന്ന് റെഡിയാകുന്ന ബേസ് റെഡിയാക്കും. ഇനി ഇൻകോർപ്പറേഷനാണ്. ഇൻകോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത് ആദ്യം തന്നെ പോയി സാറേ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണം. കമ്പനിയെ ഏത് കമ്പനി? അത് നവോദയ ലിമിറ്റഡോ? ആ പേരിലൊരു കമ്പനി ഉണ്ടല്ലോ ഇവിടെ. അങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ആദ്യം ഒരു പേരൊന്ന് ഉറപ്പിക്കണം. മനസ്സിലാവും? ഒരേ പേരിൽ 2 കമ്പനി പറ്റത്തില്ല. ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ ഒരു പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പേര് കിട്ടണം. ഈ പേര് വെച്ചുകൊണ്ടാണ് മെമ്മോറാണ്ടോ ആർട്ടിക്കിളും പ്രിപ്പയർ ചെയ്യുന്നത്. മെമ്മോറാണ്ടോ ആർട്ടിക്കിൾ നിങ്ങളുടെ പ്രിൻ്ററിൽ പ്രിൻറ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല. പ്രിൻറ്റ് ചെയ്തതിന് ശേഷം ഇത് നിയമപരമായിട്ട് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണം, അത് ഡേറ്റ് ചെയ്യണം.
അപ്പോൾ മെമ്മോറാണ്ടോ ആർട്ടിക്കിളും നിയമത്തിൻ്റെ കണ്ണിൽ നല്ല പെർഫെക്റ്റായി, നിയമപരമായ ഡോക്യുമെൻ്റായി. എന്നിട്ട് ഈ പറയുന്ന മെമ്മോറാണ്ടവും ആർട്ടിക്കിളും കൂടെ വെച്ച് വേണം നിങ്ങളുടെ പേര് വെച്ചിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വിടണം. അപ്പോൾ എന്തൊക്കെ കുത്തിക്കെട്ടി വിടണം? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വേണം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വേണം, ഡയറക്ടർമാരുമായിട്ടുള്ള എഗ്രിമെൻറ്റ് വേണം, പിന്നെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൽ നിലവിൽ കമ്പനി തുടങ്ങാൻ ആഗ്രഹിക്കും തുടക്കത്തിലെ ആൾക്കാർ, അവരുടെ പവർ ഓഫ് അറ്റോണി, അവരുടെ ഓരോരുത്തരുടെ അധികാരം കാണിക്കുന്ന പവർ ഓഫ് അറ്റോണി, ഇത്രയും വെച്ചിട്ട് രജിസ്ട്രേഷന് വിടണം. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 2 എണ്ണം. ഒരു INC 22 അത് ഈ രജിസ്റ്റേർഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ഫോം, പിന്നെ DIR 12 അത് ഈ ഡയറക്ടർമാരാവാനുള്ള യോഗ്യത കാണിച്ചുള്ള ഒരു ഫോർമാറ്റാണ്. ഇത് രണ്ടും നമ്മൾ മുകളിലോട്ട് കയറ്റി വിടുന്നതിന് മുമ്പായിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ടോ കോസ്റ്റ് അക്കൗണ്ടിനെ കൊണ്ടോ ഒന്ന് പ്രീ സർട്ടിഫൈ ചെയ്യണം, ഇതൊക്കെ ഓക്കെ ആണെന്ന് കാണിച്ചുകൊണ്ട്. പിന്നെ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. സാറേ 5 ലക്ഷം രൂപ റെഡിയാണ് സാറേ എന്ന് കാണിക്കണം. പബ്ലിക് കമ്പനി തുടങ്ങണമെങ്കിൽ 5 ലക്ഷം രൂപയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ജോലിയല്ല, ഇത് രജിസ്ട്രാറാണ്, സർക്കാരിൻ്റെ ആൾക്കാർ, അവരിത് പരിശോധിച്ചോളും, എല്ലാം കൃത്യമായിട്ട് വെച്ച് പരിശോധിക്കും. ഒരു CIN നമ്പർ അവസാനം കിട്ടണം കേട്ടോ. ഇതെല്ലാം റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ കിട്ടും, ഒരു CIN നമ്പർ, നമ്മുടെ ഈ ആധാർ, മനുഷ്യർക്കല്ലേ ആധാർ നമ്പർ, അതുപോലെ അവർക്ക് ഒരു നമ്പർ കൊടുക്കും. എല്ലാം റെഡി ആണെന്നുണ്ടെങ്കിൽ ദ രജിസ്ട്രാർ വിൽ രജിസ്റ്റർ ദ കമ്പനി ആൻഡ് ജനറേറ്റ് CIN നമ്പർ, കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ കൊടുക്കും. ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇൻകോർപ്പറേഷൻ ആയി. പിന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കും, ഇൻകോർപ്പറേഷൻ. ഓക്കെ, കമ്പനി നിലവിൽ വന്നതേ ഉള്ളേ, ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇതും കൂടെ കിട്ടണം, സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഇങ്ങനെയാണ് കമ്പനി തുടങ്ങേണ്ടത്. നല്ല വൃത്തിക്കൊന്ന് ഓർത്ത് വെച്ചേരാം. ഞാനിപ്പോൾ ഇത് ഓർത്ത് വെച്ചാണ് പറഞ്ഞത്, നിങ്ങൾ രണ്ടാമത് റിപ്പീറ്റ് അടിച്ചത് ചെറുതെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് ഓർമ്മ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം കൂടെ മനപ്പാടം പഠിക്കുന്നു വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കി, ഇങ്ങനെ ചെയ്യണം, പേര് കിട്ടണം, പേര് വെച്ചിട്ട് മെമ്മോറാണ്ടം കിട്ടണം, മെമ്മോറാണ്ടം വെച്ച് ആർട്ടിക്കിൾ, ഓക്കെ അതൊക്കെ മനസ്സിലായി. ഇത് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് വെച്ചാൽ പറ്റത്തില്ല, രജിസ്റ്റർ ചെയ്യണ്ടേ, അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യണം, അത് ഡേറ്റ് ചെയ്യണം. പിന്നെ ഇനി രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ മെമ്മോറാണ്ടം ആർട്ടിക്കിളും കൂടെ അതിൻ്റെ കൂടെ പവർ ഓഫ് അറ്റോണിയും എഗ്രിമെൻറ്റ് വെച്ച് രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഒരു പ്രീ സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഒരു INC 22 DIR പ്രീ സർട്ടിഫൈ ചെയ്യണം. പിന്നെ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം, മിനിമം ക്യാപിറ്റൽ 5 ലക്ഷം ആണെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ അവർ സ്ക്രൂട്ടിനി ചെയ്തോളും, അതൊക്കെ അവരെ വിട്ടോളും. എല്ലാം കഴിഞ്ഞ ശേഷം നമുക്കൊരു CIN നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആയി. ഒന്ന് വെയിറ്റ് ചെയ്താൽ സർട്ടിഫിക്കറ്റ് ടു കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൊരു കമ്പനി തുടങ്ങുന്നത്. പറയാൻ എളുപ്പമാണ്, യഥാർത്ഥത്തിൽ തുടങ്ങാൻ ഭയങ്കര പാടാണ്. ഇത്രയേ ഉള്ളു കേസ്. ഞാനാണ് ഒരു കമ്പനി തുടങ്ങുന്നത്, ഇതിനൊക്കെ ഒരു ട്രാക്ക്, ഒരു സീക്വൻഷ്യൽ ഓർഡർ ഉണ്ട്. ആ ഓർഡർ അനുസരിച്ച് ഇവിടെ വരുന്ന സാധനമാണ് ഈ പറയുന്ന മെമ്മോറാണ്ടവും. ഇവിടെയാണ് വരുന്നത് മെമ്മോറാണ്ടവും ആർട്ടിക്കിളും. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, എന്താണ് ഈ മെമ്മോറാണ്ടം, എന്താണ് ഈ ആർട്ടിക്കിൾ എന്ന്. അല്ലാതെ അതൊരു കമ്പനിയുടെ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒരു വേറിട്ട് നിൽക്കുന്നതല്ല. കമ്പനിയുടെ ഫോർമേഷൻ സമയത്ത് നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് പ്രിപ്പയർ ചെയ്ത് കാണിക്കേണ്ട സാധനമാണ് മെമ്മോറാണ്ടം. നമ്മുടെ കമ്പനിയുടെ ഒരു ജാതകമാണത്. കമ്പനി തുടങ്ങുന്നിടം തൊട്ട് കമ്പനിയുടെ അവസാനം വരെയുള്ള കാര്യങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കണം. അങ്ങനെ കമ്പനിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അതാണ് സംഭവം, അതിനെ വയലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങോട്ട് പോകും. ഇനി നമ്മൾ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതൊരു എസ്സയാണ്, അതൊക്കെ ഇഷ്ടം പോലെ തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കൊന്ന് ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ ടോപ്പിക്കും ഒരു ക്വസ്റ്റ്യൻ ആയിട്ടെങ്കിലും വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമൊക്കെ നോക്കി വെച്ചാൽ തൊട്ടടുത്ത ക്ലാസ്സായിട്ട് മെമ്മോറാണ്ടവും ആർട്ടിക്കിളും പിന്നെ കുറേ ടേംസ് ഉണ്ട്, നിങ്ങൾ പഠിച്ചതായിരിക്കാം. കോർപ്പറേറ്റ് വെയിൽ, ഡോക്ടറിൻ ഓഫ് അൾട്രാവെയർ, ഡോക്ടറിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, ഡോക്ടറിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കുറേ ടേംസുകളുണ്ട്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഓക്കെ.